സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത തൊഴിലാളികൾ കൂട്ടത്തോടെ പണിമുടക്കിൽ. മൈലാട്ടിയിലെ ക്യാമ്പ് ഹൌസ് അടച്ചുപൂട്ടിയ തൊഴിലാളികൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്യാമ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പ്രതിരോധ സദസ്സ് നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിരോധ സദസ്സ് നടത്തിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായി സംശയിക്കുന്നു. ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായി അനിൽ എന്ന ദുർഗപ്പയെയാണ് കാണാതായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് വലിയപറമ്പ് ഇടയിലേക്കാട്ടിലെ ഡോക്ടർ ഷിഗിൻനാഥിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം. തിരുവനന്തപുരത്തെ ഭാരത് സേവാ സമാജ് ആസ്ഥാനത്തെ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനിൽ നിന്നുമാണ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അത്തിക്കോത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. നഗരസഭ മുൻ ജനതാദൾ കൗൺസിലർ അത്തിക്കോത്ത് AC നഗറിലുള്ള MA കണ്ണന്റെ വീടാണ് തകർന്നത്. അതിയാമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം തുടങ്ങി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാരായണത്തിന് മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി വിളക്ക് കൊളുത്തി തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത തൊഴിലാളികൾ കൂട്ടത്തോടെ പണിമുടക്കിൽ. മൈലാട്ടിയിലെ ക്യാമ്പ് ഹൌസ് അടച്ചുപൂട്ടിയ തൊഴിലാളികൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്യാമ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ദേശീയപാത തൊഴിലാളികൾ കൂട്ടത്തോടെ പണിമുടക്കിൽ. മൈലാട്ടിയിൽ ക്യാമ്പ് ഹൌസ് അടച്ചുപൂട്ടിയ തൊഴിലാളികൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്യാമ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. ഇതോടെ കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത നിർമ്മാണം നിലച്ചു. വൻ പ്രതിസന്ധിയാണ് ഉടലെടുത്തത്. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ 100 കണക്കിന് തൊഴിലാളികൾ പണിമുടക്കി. सर यही प्रॉब्लम है कि फरवरी महीने से अभी तक हम लोग अपॉइंटमेंट नहीं हो रहा है सर, ठीक है। कॉन्ट्रैक्टर हम अभी परेशान है, पैसा कहाँ से लेबर लोग को देगा। लेबर लोग ऐसे भूखे प्यास से काम कर रहे हैं, अभी डेट पर डेट दे रहा है यहाँ का GM गुरुस्वामी, ठीक है। इसलिए परेशानी हो रहा है सर, हम लोग इसलिए स्ट्राइक किए हैं यहाँ पर। जब तक पैसा हम लोग अपॉइंटमेंट रहेगा तब तक हम लोग काम पर नहीं जाएंगे. നമ്മുടെ റെന്റിന് വണ്ടി വിടുന്നതാണ് മാസം വാടകയ്ക്ക്. ഇപ്പോൾ 6 മാസക്കാലമായി പൈസ ഇട്ടാണ്. അപ്പോൾ നമ്മളോട് കഴിഞ്ഞ 1-ാം തീയതിക്കോട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ച ഏപ്രിൽ വരെയുള്ള പൈസ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാസത്തെ പൈസയാണ് ഇപ്പോൾ വന്നിട്ടില്ലേ. 6 മാസം 8 മാസം വരെ പെൻഡിങ് ഉണ്ട്. ഇത്രയും 8 മാസം 6 മാസം വരെ പെൻഡിങ് ഇല്ലെങ്കിൽ ഒരു മാസം വന്നതിനോട് ചെയ്യില്ല. ലേബർക്കും കുറേ പൈസ കൊടുക്കാനുണ്ട്. ഫെബ്രുവരി തൊട്ടുള്ള പൈസ അവർക്കും പെൻഡിങ് ആണ്. അങ്ങനെയാണ് ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഗേറ്റ് ബന്ധാക്കിയത്. കരാർ വ്യവസ്ഥയിലുള്ള വാഹനങ്ങളുടെ ഉടമകളും പണിമുടക്കിലാണ്. 6 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന കാരണമുയർത്തിയാണ് പണിമുടക്ക്. ഇവർ അനിശ്ചിതകാലത്തേക്ക് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പ്രതിരോധ സദസ്സ് നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിരോധ സദസ്സ് നടത്തിയത്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിരോധ സദസ്സ് നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തായി നടത്തിയ സദസ്സ് CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കുപ്രചരണങ്ങൾ തുറന്നു കാണിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നതിനായിട്ടാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ സദസ്സിന് സ്വാഗതം പറഞ്ഞുകൊണ്ടും അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിലും സംഘടനയുടെ നേതാക്കളായ സഖാവ് KV VK രാജനും ഏതാണ്ട് സമഗ്രമായി തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആരോഗ്യമേഖലയിൽ കേരളം നേടിയെടുത്ത നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും തകർക്കാനുള്ള നീക്കമാണ് ഈ മേഖലയിൽ UDFും തൽപര കക്ഷികളും നടത്തുന്നതെന്നും ഇതിനെ ചെറുത്തുതോൽപ്പിക്കാൻ മുഴുവൻ പൊതുജനങ്ങളും രംഗത്തിറങ്ങണമെന്നും പ്രതിരോധ സദസ്സ് ആഹ്വാനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VK രാജൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ, A ജാസ്മിൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായി സംശയിക്കുന്നു.
ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായി അനിൽ എന്ന ദുർഗപ്പയെയാണ് കാണാതായത്. പാണത്തൂർ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായാണ് സംശയിക്കുന്നത്. അനിൽ എന്ന ദുർഗപ്പയെയാണ് കാണാതായത്. പാണത്തൂർ മഞ്ഞടുക്കം പുഴയിൽ വീണതായാണ് സംശയിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഭക്ഷണം വാങ്ങാൻ പോയി തിരിച്ചെത്താത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. ഒഴുകിപ്പോയതായാണ് സംശയിക്കുന്നത്. കനത്ത മഴയായതിനാൽ പാലത്തിന്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണിവിടം. കുറ്റിക്കോൽ ഫയർഫോഴ്സ് സജുകുമാറിന്റെ നേതൃത്വത്തിലും വെള്ളരിക്കുണ്ട് തഹസിൽദാർ മുരളി TV, കരിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ, വാർഡ് മെമ്പർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുമാണ് പുഴയിൽ അന്വേഷണം ആരംഭിച്ചത്. പാണത്തൂർ മഞ്ഞടുക്കം പ്ലാന്റേഷനിൽ ഹിറ്റാച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹിറ്റാച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവറുടെ ഹെൽപ്പറാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്ക് അവർ താമസിക്കുന്നത് കരിക്കേ തോട്ടം എന്ന സ്ഥലത്താണ്. അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി വന്നതാണ്. ബൈക്കിലാണ് വന്നത്. ആ ബൈക്ക് വന്നത് അവൻ ഒരു 2:30-3 മണിയായിട്ടും തിരിച്ചു പോകാത്തത് കൊണ്ട് അവർ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഇന്നലെ ഞങ്ങൾക്ക് അറിയുന്നത് വൈകുന്നേരം 5:30 മണിക്കാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ തെരച്ചിൽ നടത്തി. പക്ഷേ പുഴയിൽ നല്ല വെള്ളമായതുകൊണ്ട്, ഒഴുക്ക് കൂടിയതുകൊണ്ട് തൊഴിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇവൻ്റെ പേര് ദുർഗപ്പ എന്നാണ്. കർണാടകയിലെ ബൽഗാം സ്വദേശിയാണ്. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഇന്നലെ രാത്രി രാജുവിനും SIയും കാര്യമൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ മഴയും വെള്ളം കൂടുതലായിരുന്നു, തെരച്ചിൽ നടത്താൻ പറ്റിയില്ല. ഇന്ന് രാവിലെ വീണ്ടും 8 മണി തൊട്ട് തന്നെ മഞ്ഞടുക്കം പുഴ തൊട്ട് പാണത്തൂർ വട്ടക്കയം വരെയുള്ള പുഴയുടെ രണ്ട് സൈഡും നമ്മൾ പരിശോധിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ആൻഡ് പോലീസുകാരും എല്ലാവരും നാട്ടുകാരും എല്ലാം ഒന്നിച്ചു ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. KSSPU ജില്ലാ ട്രഷറർ S. ഗോപാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്കും ഒടുവിൽ ആണ് ഈ സംഘടന രൂപീകരിച്ചത്. അന്ന് അവർ പറഞ്ഞു, നമ്മൾക്ക് രാഷ്ട്രീയമില്ല, ജാതിമത വ്യത്യാസമില്ല, പദവി വ്യത്യാസമില്ലാതെ നമ്മൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ കൊടിയുടെ നിറം എന്തായിരിക്കണം, അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന പദം എന്തായിരിക്കണം, നമ്മുടെ ഭരണഘടന എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അന്നത്തെ ആളുകൾ ചർച്ച ചെയ്തിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള സംഘടന രൂപം പ്രാപിക്കുന്നത്. പക്ഷെ ഇപ്പോ അടുത്ത കാലത്തായിട്ട് അത് 31-32 വർഷത്തോളം ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വീണ്ടും ആ രീതിയിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുക നമ്മുടെ ഇടയിൽ. അതില് NGO അസോസിയേഷനാണ് ഇത്, പെൻഷനേഴ്സ് അസോസിയേഷൻ എന്നുള്ള പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. അതിനകത്ത് വ്യക്തമായിട്ട് പറയാമെങ്കിൽ അതിനകത്ത് NGO അസോസിയേറ്റഡ് എന്ന് പറഞ്ഞ സംഘടനയുടെ I വിഭാഗം റിട്ടയർ ചെയ്തതിനു ശേഷം അവരിൽപ്പെട്ട കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് ഈ സംഘടന അസോസിയേഷൻ എന്ന പേരിൽ രൂപീകരിക്കുന്നത്. അപ്പോഴും അതിൽപ്പെട്ട കോൺഗ്രസ്സുകാരും ഒക്കെ നമ്മളെ തന്നെ സജീവമായിട്ടുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സദാശിവം നായർ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നപ്പോൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് അയാൾ. ഇന്ന് കഴിഞ്ഞ ഈ സമ്മേളനം 33ാം സമ്മേളനത്തിലാണ് പിരിഞ്ഞത്. അയാള് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞു. നീണ്ട 19 വർഷം അയാൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നു. KSSPU അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് V. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. ചന്ദ്രശേഖരൻ, B. പരമേശ്വരൻ, V. സുരേന്ദ്രൻ, VT കാർത്യായനി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം K. കൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K. വാസു സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി P. രമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് വലിയപറമ്പ് ഇടയിലേക്കാട്ടിലെ ഡോക്ടർ ഷിഗിൻ നാഥിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം. തിരുവനന്തപുരത്തെ ഭാരത് സേവാ സമാജ് ആസ്ഥാനത്ത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരിൽ നിന്നുമാണ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത്.
സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കാണ് ദേശീയ അംഗീകാരം ലഭിച്ചത്. മെഡിക്കൽ ഡോക്ടർ, ഹിപ്നോട്ടിസ്റ്റ്, മെന്റലിസ്റ്റ്, സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം സജീവമാണ് ഡോക്ടർ ഷിഖിൻ നാഥ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഭാരത് സേവാ സമാജ് നൽകിവരുന്നതാണ് ഈ ദേശീയ ബഹുമതി. കല, സാമൂഹികം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകുന്ന വ്യക്തിത്വങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി അദ്ദേഹം നടത്തിവരുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും കരിയർ ഗൈഡൻസ് സെമിനാറുകളും നോയിഡ, ഡൽഹി മേഖലയിൽ ഗ്രാമങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, പ്രഥമ ശുശ്രൂഷ പരിശീലനം, തലച്ചോറിലെ പക്ഷാഘാതം ലക്ഷണമുണ്ടായാൽ എങ്ങനെ തരണം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതുൾപ്പെടെ സെമിനാറുകൾ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. മെന്റലിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ് എന്നീ പ്രവർത്തനങ്ങളിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. തന്റെ സേവനം സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് യുവതലമുറയുടെ മാനസികോന്നമനത്തിനായി ഉപയോഗിക്കുന്നതിലെ പ്രതിബദ്ധതയാണ് തന്നെ ഈ ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് ഡോക്ടർ ഷിഖിൻ നാഥ് പറഞ്ഞു. 2020 കോവിഡ് കാലത്തായിരുന്നു ഈ ജനങ്ങളെ കൂടുതൽ സേവിക്കുക എന്നുള്ള ഒരു ആശയം മനസ്സിൽ വന്നത്. ഞാനൊരു കോവിഡ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആ സമയത്ത് ഒരുപാട് പേരും മരണപ്പെടുന്നത് എനിക്ക് കാണാനിടയായി. അപ്പോൾ അവിടെയുള്ള ഡൽഹിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള ഉൾഗ്രാമങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം വളരെ കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരും ഒരു 12ഓളം ഡോക്ടേഴ്സും ഞങ്ങൾ തീരുമാനിച്ചാണ് ഒരു ക്യാമ്പയിൻ ഈ ഉൾഗ്രാമങ്ങളിൽ നടത്തണം. അങ്ങനെ ഡൽഹി, ഹരിയാന, നോയിഡ, അങ്ങനെ UP-യുടെ പല ഭാഗങ്ങളിലായിട്ട് ക്യാമ്പുകൾ 3 വർഷത്തോളം ക്യാമ്പുകൾ നടത്താൻ പറ്റി. അതോടുകൂടി പിന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണ് ലഹരി. അപ്പോൾ അതിന് ലഹരിക്കെതിരെയുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ പിന്നീട് നടത്താൻ അവസരങ്ങളുണ്ടായി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാജിക് മെന്റലിസം, ഇതിൻ്റെ ഒരു 3ഓളം ദേശീയ വേൾഡ് റെക്കോർഡുകൾ എനിക്ക് കരസ്ഥമാക്കാൻ പറ്റി. അപ്പോൾ ഇതിനെല്ലാം ഒരു ചേർത്താണ് ഭാരത് സേവാ സമാജ് നാഷണൽ അവാർഡ് എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഭാരത് സേവാ സമാജ് ആസ്ഥാനത്ത് ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനിൽ നിന്നുമാണ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അത്തിക്കോത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. നഗരസഭ മുൻ ജനതാദൾ കൗൺസിലർ അത്തിക്കോത്ത് AC നഗറിലുള്ള MA കണ്ണന്റെ വീടാണ് തകർന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു വീണു. കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ജനതാദൾ കൗൺസിലർ അത്തിക്കോത്ത് AC നഗറിലുള്ള MA കണ്ണന്റെ വീടാണ് വെള്ളിയാഴ്ച രാവിലെ തകർന്നു വീണത്. ശക്തമായ കാറ്റും മഴയിലും ഇന്നലെ രാത്രി ഏകദേശം ഒരു 9-10 മണിക്ക് മുമ്പിൽ ആ മഴയിലാണ് ഈ സംഭവം ഇവിടെ നടന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ഭൂമിയിലേക്ക് താഴ്ന്നിരിക്കും. അടിയിലൂടെ വെള്ളം വന്ന് പാറയുടെ മുകളിൽ നിന്ന് വെള്ളം വന്ന് ശക്തമായ വെള്ളം വന്നിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഏകദേശം നിങ്ങൾ കാണാം, ഈ വീടിൻ്റെ ഏകദേശം ഒരു മൂല, മറ്റുള്ള ഭാഗങ്ങളെല്ലാം പൊട്ടി താഴെ വീണു. ഈ ഭാഗത്തെല്ലാം വിണ്ടുകീറിയ സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ PMA വഴിയുള്ള ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണം പൂർത്തിയായി വരികയായിരുന്നു. ഇതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ അടുക്കള ഭാഗത്ത് വലിയ ഗർത്തം പ്രത്യക്ഷപ്പെടുകയും വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം തുടങ്ങി. 1 മാസം നീണ്ടു നിൽക്കുന്ന പാരായണത്തിന് മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി വിളക്കുകൊളുത്തി തുടക്കം കുറിച്ചു. കർക്കിടക മാസത്തിലെ കഷ്ടതകൾ നീക്കുന്നതിനായി ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും വീടുകളിലും ഇനിയുള്ള ദിവസങ്ങളിൽ രാമായണശീലുകൾ മുഴങ്ങും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാമായണ പാരായണം ആരംഭിച്ചു. പുത്രവാത്സല്യം, സഹോദരസ്നേഹം, പത്നിധർമ്മം, ഈശ്വരഭക്തി, രാജധർമ്മം തുടങ്ങിയ സമൂഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സാംസ്കാരിക മൂല്യങ്ങൾ സമൃദ്ധമാക്കുന്നതിന്റെയും ഭാഗമായാണ് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് പാരായണം നടത്തുന്നത്. ഏകദന്തം മഹാകായം തത്പകാഞ്ജനസന്നിധം
ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകൻ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാരായണത്തിന് മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി വിളക്ക് കൊളുത്തി തുടക്കം കുറിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് കെ വേണുരാജ് കോടോത്ത് അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ സ്വാമി വിശ്വാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. മാസം 1-ാം തീയതി മുതൽ രാമായണ പാരായണം വീടുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം പൂർവികർ പകർന്നു വന്ന വിധത്തിൽ തന്നെ നമ്മൾ ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ അതിയാമ്പൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും രാമായണ മാസത്തിന് അല്ലെങ്കിൽ കർക്കിടക മാസം രാമായണ പാരായണത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. മേൽശാന്തി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. രാമായണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാമൻ്റെ അയനമാണ്. അത് മാത്രമല്ല, എൻ്റെ പച്ച മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ രാമായണം. നെല്ലിക്കാട്ട് മങ്കത്തിൽ കുഞ്ഞമ്പു നായരാണ് എല്ലാ ദിവസവും പാരായണം നടത്തുന്നത്. BR ഷേണായി, M ശ്രീകണ്ഠൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാരായണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നീ പൂജകളുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുവൈറ്റ് KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ VKP ഖാലിദ് ഹാജിയുടെ നാമോദയത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിക്കും. ജൂലൈ 20 രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ ബാഫഖി തങ്ങൾ സ്മാരക സൗധത്തിൽ നടക്കുന്ന ഇൻസ്പയർ 2025 മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. കുവൈറ്റ് KMCCയുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ മക്കളിൽ നിന്നും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 35 വിദ്യാർത്ഥികളെയാണ് VKP ഖാലിദ് ഹാജിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിക്കുക. ഖുർആൻ പരിപൂർണമായി മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദനം നൽകും. 20 രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി മുഖ്യാതിഥിയായിരിക്കും. GCCയിലും അതുപോലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പടർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ് KMCC. ആ KMCC കുവൈത്ത് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ഇൻസ്പയർ 2025 സീസൺ 2 ഈ വരുന്ന ഞായറാഴ്ച 10 മണിക്ക് തൃക്കരിപ്പൂർ ബാഫഖി സൗധത്തിൽ നടക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന്, മണ്ഡലത്തിലെ നമ്മുടെ പ്രവർത്തകരുടെ മക്കളിൽ നിന്ന് SLC, അതുപോലെ തന്നെ +2, അതുപോലെ 2024-25 ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു അനുമോദന ചടങ്ങാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് വിദ്യാഭ്യാസ കരിയർ ഗൈഡൻസ് ട്രെയിനർ K ഷെരീഫ് ക്ലാസ് എടുക്കും. വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, ട്രഷറർ ലത്തീഫ് നീലഗിരി, കുവൈറ്റ് KMCC പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അൽ ഹസനി, സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ്, കൌൺസിൽ അംഗം AG അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് ട്രാഫിക് പോലീസുകാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഡയാലൈഫ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ കാർഡ് വിതരണവും നടത്തി. കാസർഗോഡ് പോലീസ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ കാസർഗോഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ 30ഓളം പോലീസുകാർ പങ്കെടുത്തു. പോലീസുകാർക്ക് മാത്രമായി നടന്ന മെഡിക്കൽ ക്യാമ്പിൽ RBS, ക്രിയാറ്റിനിൻ, HbA1c, BP, BMI, I എന്നിവയുടെ സൗജന്യ ടെസ്റ്റുകൾ നടത്തുകയും തുടർ ചികിത്സ ആവശ്യമായി വരികയാണെങ്കിൽ പ്രത്യേകം ഇളവോടുകൂടി ചികിത്സിക്കുവാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ ഒരുക്കുകയും ചെയ്തു. പരിപാടി കാസർഗോഡ് പോലീസ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞ് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നതിന് ശേഷമാണ് കുറച്ചു കാലം മുന്നേ ശ്രദ്ധിക്കായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ദുശീലങ്ങളില്ലാത്ത ആൾക്കാർക്കും
നമ്മൾ അസുഖം പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പിന്നെ ആൾക്കാർ പറയും ദുശീലം ഉണ്ടായാൽ എന്താ കുഴപ്പം, അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ്, അതല്ലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യുന്ന പല കാര്യങ്ങളും മോശമാണെന്ന് പിന്നീടാണ്. കാസർഗോഡ് ട്രാഫിക് SHO രവീന്ദ്രൻ ലൈഫ് കാർഡ് ഏറ്റുവാങ്ങി. ഡയാലൈഫ് മാർക്കറ്റിംഗ് മാനേജർ ബിജേഷ്, PRO ഷഫീർ, ശരത്, മൊയ്തീൻ, ഖലീഫ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ 10ാം വർഷം ആകുമ്പോഴേക്ക് നമ്മൾ കുറച്ച് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിലെ പല മേഖലകളിലും പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പം സ്കൂളുകൾ കുറേ തിരഞ്ഞെടുത്ത കുറേ സ്കൂളുകൾക്ക് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളൊക്കെ വിതരണം ചെയ്ത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ ആരോഗ്യ പ്രവർത്തനങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു സൈനികർ എങ്ങനെയാണ് രാജ്യത്തെ സേവിക്കുന്നത് അതുപോലെയാണ് നാടിനെ പോലീസുകാർ സേവിക്കുന്നത്. അവരുടെ ആരോഗ്യ സംരക്ഷണം അവരുടെ ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് പോലീസുകാരുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ക്യാമ്പിൽ ട്രാഫിക് പോലീസുകാർക്ക് ഡ്യൂട്ടി ടൈമിൽ ഉപയോഗിക്കുവാനുള്ള കുടകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അണങ്കൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. അണങ്കൂരിൽ നടന്ന കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശൻ NB ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അണങ്കൂർ യൂണിറ്റ് കൺവെൻഷൻ അണങ്കൂരിൽ ജില്ലാ കമ്മിറ്റി അംഗം പ്രകാശൻ NB ഉദ്ഘാടനം ചെയ്തു. ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ എത്രയോ വ്യാപാരികൾക്കാണ് ലക്ഷങ്ങൾ പണിയിട്ട് പോകുന്നത്. ഇതെന്താ കാരണം? ഇത് നമ്മൾ ഒറ്റക്കെട്ടല്ല, അത്ര തന്നെ. നിങ്ങൾ കാണാൻ ഈ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ നിങ്ങൾ വഴിയത്തിരക്ക് വരെ ഈ റൂട്ടിൽ കൂടി പോയി കഴിഞ്ഞാൽ എത്ര കടകളുണ്ട്. ഇവരിലെല്ലാം ഒരു കുടിവെള്ളം, നമ്മളൊരു കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കണം, വേണ്ടേ? ഇത് കൊടുക്കാൻ നമുക്ക് റിപ്പോർട്ട് ലൈസൻസ് കിട്ടുമോ? അത് കിട്ടില്ല. ട്രഷറർ രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ക്ലിഫോർഡ് ക്രാസ്റ്റ സ്വാഗതം പറഞ്ഞു. വ്യാപാരിമിത്ര ട്രസ്റ്റ് ട്രഷറർ മാധവൻ വ്യാപാരമിത്ര പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. സാധാരണ നമ്മുടെ ജില്ല എല്ലാ സംഘടനയും എല്ലാ ജില്ലയിലും നമ്മൾ നടപ്പിലാക്കി വരുന്നത് വ്യാപാരമിത്ര പദ്ധതി ചേർന്ന് 65 വയസ്സിന് താഴെയുള്ളവരെ മാത്രം. അപ്പോൾ 65 വയസ്സിന് താഴെയുള്ളവരാകുമ്പോൾ ചേർക്കുമ്പോൾ നമ്മുടെ ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കും. കാരണം ആജീവനാന്തം ഈ വ്യാപാര വ്യവസായ സമിതിയുടെ കൂടെ നിന്ന് മെമ്പർഷിപ്പ് മുറിച്ച് ഇത്രയും കാലം ഒരു ആനുകൂല്യം പറ്റാതെ നമ്മുടെ സംഘടനയുടെ പുറത്തി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആളുകൾ 65 വയസ്സായി ഇപ്പം നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിക്കൂടാ. ആ രീതിയിൽ നമ്മൾ തീരുമാനിച്ചു ഈ സെപ്റ്റംബർ 1-ാം തീയതി വരെ ചേരുന്ന എല്ലാവർക്കും വയസ്സ് ബാധകമല്ല. എത്ര വയസ്സായാലും, ഇപ്പോൾ 70 അല്ല 80 അല്ല, ഇത് 90 വയസ്സായ വ്യാപാരികളെ ആയാലും നമുക്കത് ചേർക്കാൻ വേണ്ടി കഴിയും. ഏരിയ പ്രസിഡന്റ് റിയാസ്, ട്രഷറർ വിജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരമിത്രയുടെ ആദ്യ അംഗത്വം ട്രസ്റ്റ് ട്രഷറർ മാധവൻ സാജിദ് സാജുഭായ് ഫുഡ് സ്ട്രീറ്റിന് കൈമാറി. കൺവെൻഷനിൽ വെച്ച് വ്യാപാരികളുടെ മക്കളിൽ നിന്നും SSLC +2 വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭയ് SP, ഹിബ സൈനബ, ഷമായസ്, നഫീസ ഫസൽ എന്നീ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചിത്താരിക്കടപ്പുറം യദുകുലം ബാലഗോകുലത്തിലെ കുട്ടികൾ രാമായണ മാസത്തിൽ രാമായണ ദിനാചരണം നടത്തി. തുടർച്ചയായി 2-ാം വർഷവും ബാലഗോകുലത്തിലെ കുട്ടികൾ ഓരോ വീടുകളിലും ചെന്നാണ് രാമായണ പാരായണം ചെയ്തത്. പുതുതലമുറയും രാമായണ ശീലുകളെ നെഞ്ചിലേറ്റുന്നത് ഭക്തിനിർഭരവും കൗതുകകരവുമാണ്. ചിത്താരിക്കടപ്പുറം യദുകുലത്തിലെ ബാലഗോകുലത്തിലെ കുട്ടികളാണ് 2-ാം വർഷവും രാമായണ മാസത്തിൽ രാമായണ ദിനാചരണം നടത്തുന്നത്. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മാമൂലി പ്രവരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. കുട്ടികൾ ഓരോ വീടുകളിലും ചെന്നാണ് രാമായണം പാരായണം ചെയ്യുന്നത്. 40 കുട്ടികൾ രാമായണം പാരായണം ചെയ്യാൻ എത്തുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നമസ്തേ. കഴിഞ്ഞാലും നമ്മൾ രാമായണ പാരായണം ചെല്ലാൻ വേണ്ടി എല്ലാ വീടുകളും പോയിരുന്നു. ഇക്കൊല്ലവും അങ്ങനെ പോകാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇക്കൊല്ലവും നമ്മൾ വീടുകളും പോകുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം എല്ലാ വീടുകളും പോയി രാമായണ പാരായണം ചൊല്ലി അവിടെ നിന്ന് കർക്കിടക നമുക്ക് തന്നിരുന്നു. ബാലഗോകുലത്തിൻ്റെ ഈ സുവർണ ജയന്തിയിലും രാമായണ പാരായണം ചെയ്യാൻ ഇങ്ങനെ ഓരോ വീടുതോറും പോകാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഞങ്ങൾ ഈ 30 ദിവസവും എല്ലാ വീടുതോറും പോയി രാമായണ പാരായണം ചെയ്യുന്നതാണ്. പൊതുവെ കുട്ടികൾക്ക് രാമായണം പാരായണം ചെയ്യാൻ ഭയങ്കര പേടിയാണ്, അക്ഷരത്തെറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ചെയ്യുന്നത് കുട്ടികൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. അവർക്ക് അക്ഷരസ്ഫുടതയോടെ വായിക്കാനും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എല്ലാത്തിനും എന്താ പറയുക ഒരു ഇതുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ
ഇത് ചെയ്തു കൊടുക്കുന്നത്. വാർഡ് മെമ്പർ സതീഷ് ശശി, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് അനന്തൻ, മൂകാംബിക ക്ലബ് പ്രസിഡന്റ് രാജേഷ് കാര്യപ്പു, പ്രാർത്ഥന രാജേഷ്, നിവേദിത അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത തൊഴിലാളികൾ കൂട്ടത്തോടെ പണിമുടക്കിൽ. മൈലാട്ടിയിലെ ക്യാമ്പ് ഹൌസ് അടച്ചുപൂട്ടിയ തൊഴിലാളികൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ ക്യാമ്പ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം നടത്തി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പ്രതിരോധ സദസ്സ് നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിരോധ സദസ്സ് നടത്തിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായി സംശയിക്കുന്നു. ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായി അനിൽ എന്ന ദുർഗപ്പയെയാണ് കാണാതായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അജാനൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദി ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. സാമൂഹിക മാനസികാരോഗ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് വലിയപറമ്പ് ഇടയിലേക്കാട്ടിലെ ഡോക്ടർ ഷിഗിൻനാഥിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം. തിരുവനന്തപുരത്തെ ഭാരത് സേവാ സമാജ് ആസ്ഥാനത്തെ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനിൽ നിന്നുമാണ് ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അത്തിക്കോത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. നഗരസഭ മുൻ ജനതാദൾ കൗൺസിലർ അത്തിക്കോത്ത് AC നഗറിലുള്ള MA കണ്ണന്റെ വീടാണ് തകർന്നത്. അതിയാമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം തുടങ്ങി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാരായണത്തിന് മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി വിളക്ക് കൊളുത്തി തുടക്കം കുറിച്ചു. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.